അമിത, ഇപ്പോൾ നമ്മുടെ കേരളത്തിലാകെ, അല്ലെങ്കിൽ കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പാൻ ഇന്ത്യൻ ചീഫ് മിനിസ്റ്ററാണ് ദളപതി വിജയ്, അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രി വിജയ്. ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിക്കയറിയിരിക്കുകയാണ്. ഇപ്പോൾ 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അത് നോക്കി, 15 ലക്ഷം പേരാണ് ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. വളരെ വളരെ മുന്നോട്ടെന്ന് വേണം പറയാൻ. നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത്രയും വേഗം ഒരു പൊളിറ്റീഷ്യനും ഇത്രയും ഒരു നൈറ്റ് അല്ലെങ്കിൽ ഒരു 1-2 ദിവസം കൊണ്ട് ഇത്ര ഫോളോവേഴ്സ് കൂടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളത്തിലെ പിണറായി വിജയന് പോലും ഒരു സെപ്പറേറ്റ് ഒരു ഇൻസ്റ്റാ പേജാണ്. അതിൽ 1.5 മില്യൺ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം പേജാണിത്. പക്ഷെ വിജയ്ക്ക് എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് സെപ്പറേറ്റ് ഒരു ആക്ടർ വിജയ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അല്ലാതെ ഒരു പൊളിറ്റീഷ്യന്റെ ഒരു പേജ് സെപ്പറേറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ അവിടെ അതിലാണ് 4 ലക്ഷം മാത്രം ഉണ്ടായിരുന്ന പേജ് 14 ലക്ഷത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അതായത് ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മുമ്പ് ആം ആദ്മിയിലുണ്ടായിരുന്ന രാഘവ് ചദ്ദ BJP-യിലേക്ക് പോയതിനു തുടർന്ന് ഒരുപാട് ഫോളോവേഴ്സ് അയാളെ അൺഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ അതായത് നമ്മുടെ ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പൊളിറ്റിക്സും അല്ലെങ്കിൽ അയാളുടെ ഒരു ലൈഫും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഇപ്പോൾ ഈ രാഘവ് ചദ്ദയുടെ ഫോളോവേഴ്സ് കുത്തനെ കുറഞ്ഞതും വിജയുടെ പൊളിറ്റിക്കൽ പേജ് കുത്തനെ ഒരു ദിവസം കൊണ്ട് ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കത്തിക്കയറിയത് അല്ലേ? ഇപ്പൊ അവിടെ ഒരു സിനിമ സെറ്റ് എന്നാണ് ഇപ്പൊ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. വിജയുടെ സിനിമ സെറ്റായിട്ടാണ് മന്ത്രിസഭയെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അത്രയും, അതായത് ഒരു സ്റ്റേറ്റില് ഒരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത, മുഖ്യമന്ത്രി എന്നല്ല ഒരു പൊളിറ്റീഷ്യൻസിനും കിട്ടാത്ത ഒരു ഹൈപ്പ്. ഇപ്പോൾ നമ്മുടെ സിനിമയിലെ പാട്ടല്ലോ, ഹൈപ്പ് കയറി എങ്ങോട്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു മുഖ്യമന്ത്രി വിജയുടെ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞുള്ള 1-2 ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴും ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹം ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് ആ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു താനാ ചേർന്ന കൂട്ടം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വന്ന് കയറുന്നത് അല്ലേ? അതുപോലെ തന്നെ വിജയുടെ ഡ്രൈവറിന്റെ മകനെ ഇലക്ഷന് നിർത്തി വിജയിപ്പിച്ച ഒരു അടിപൊളി സംഭവമുണ്ട്. അതില് വിജയ്ക്ക് 100% വിജയമാണ് കിട്ടിയിരിക്കുന്നത്. അത് എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വിജയിക്കുമെന്ന് പോലും ആരും വിചാരിച്ചിരുന്നില്ല. അതിനെതിരെ പ്രകാശ് രാജ് രംഗത്തെത്തിയിരുന്നു. ഡ്രൈവറുടെ മകനെയൊക്കെ ഇങ്ങനെ ഇലക്ഷന് നിർത്തുന്നത് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് വളരെ തെറ്റായിരുന്നു. അതിനെതിരെ എല്ലാ ആരാധകരും ഉൾപ്പെടെ മറ്റു ജനങ്ങളും രംഗത്തെത്തിയിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം പ്രകാശ് രാജിനോട് എനിക്കത് എതിർപ്പുണ്ട്. ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തെ പോലെ ഒരു ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മിക്ക മിനിസ്ട്രിയിലും മന്ത്രിസഭയിലും ഈ കാസ്റ്റ് നോക്കി അല്ലെങ്കിൽ ജാതി നോക്കി മന്ത്രിസ്ഥാനങ്ങളും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ അങ്ങനെയാണോ കാണുന്നത്? അല്ല, ഒരിക്കലല്ല. ഈ ദളിതരിൽ പെട്ടവരാണ് കൂടുതലും വിജയുടെ മന്ത്രിസഭയിലുള്ളത്. അതായത് വിജയ് ജാതി മതം എന്നുള്ള ഒരു ഫാക്ടർ മുഖവിലേക്ക് എടുക്കുന്നേ ഇല്ല. മെറിറ്റ് ഉണ്ടോ, ഇവിടെ വന്നോളൂ, ഇവിടെ നിങ്ങൾക്കായി ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് വിജയ്ക്ക്. ഇപ്പോൾ സിനിമയിൽ പറയുന്ന അതേ രീതിയിലുള്ള ഡയലോഗ്സ്, ആ ഒരു മാസ് ആണ്, അതായത് റീലിൽ കാണുന്നതാണ് അദ്ദേഹം റിയൽ ലൈഫിൽ പൊളിറ്റിക്സിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഇന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് ഓരോ വാക്ക് പറയുമ്പോഴും അത് ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന, ഒന്നും പ്രകോപിതരാകാതെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതമാണ് കാം ആൻഡ് ക്വയറ്റ് എന്നുള്ള ഒരു പ്രകൃതമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്ത് സിസ്റ്ററിന്റെ മരണശേഷം വല്ലാതെ ഒന്ന് സൈലന്റ് ആയി പോയ ഒരു മനുഷ്യനാണ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഓളോ എല്ലാം ഉണ്ടല്ലോ, ഡാൻസ്, വൈബിന് വൈബ്, ഫൈറ്റിന് ഫൈറ്റ് എന്നുള്ളത്, അതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ്. നോർമൽ ലൈഫിലേക്ക് വരുന്ന തികച്ചും ഒരു മിതഭാഷയായ അല്ലെങ്കിൽ സാധാരണക്കാരനും മാതൃകയാക്കാവുന്ന ഒരു കാമായിട്ടുള്ള ആളായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു വിജയ്. ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി തന്നെ വിജയ്ക്ക് ആശംസ അറിയിച്ച് എത്തിയിരുന്നു. അപ്പൊ അതുവരെ വിജയ് സുഹൃത്ത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എക്സില്. അതായത് പാൻ നേഷൻ CM ആണ് ഇപ്പോൾ വിജയ് അല്ലെ? നമ്മുടെ കേരളത്തില് CM ഇല്ല,
ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെല്ലാം അങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടത്തെ അടിയും വഴക്കൊക്കെ കേട്ട് ജനങ്ങൾ പുറത്ത് മുട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, വിജയ് കയറിയപ്പോൾ തന്നെ പാവങ്ങൾക്കൊരു പണി കൊടുത്തിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പദവി, ആ ഒരു ജോലി തുടങ്ങിയത് തന്നെ. കാരണം 700-ൽ കൂടുതൽ ബാറുകളാണ് ഒറ്റയടിക്ക് അടച്ചു പൂട്ടിയത്. പാവങ്ങളുടെ വെള്ളം കൂടി മുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലെ? അതിനെതിരെ ഇനി പ്രതിഷേധമൊക്കെ വരുമായിരിക്കും. അതായത് ഓരോ സിനിമയിൽ പറയുന്നുണ്ട്, അതായത് വീട്ടമ്മമാരുടെ താലി ഇറക്കുന്ന, കണ്ണീര് വീഴ്ത്തുന്ന ബാർ നമുക്ക് വേണ്ട എന്നുള്ള മാസ് ഡയലോഗ് കത്തിച്ചത് അത് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ ഉത്തരവ് തന്നെ അതാണ്. പിന്നെ കണ്ടില്ലേ നമ്മുടെ ഈ സിംഗപ്പെണ്ണ് പ്രൊട്ടക്ഷൻ, അതായത് മിക്ക സിനിമയിൽ നിന്നുള്ള റെഫറൻസ് അങ്ങനെ റിയൽ ലൈഫിലേക്ക് എടുക്കുന്ന ഉള്ളതെന്നാണ് മറ്റുള്ള ഒരു ട്വിസ്റ്റ്, അല്ലേ? അത് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇത് ഈ ഒരു ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് എത്തി എന്നുള്ള ആ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹങ്ങൾ നല്ല തോതിൽ വെട്ടിക്കുറച്ചിരുന്നു. അതായത് ഒരു മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഒരു മുന്നിലും പിറകിലുമായിട്ടുള്ള ഒരു കോൺവോയ്, ആ ഒരു കോൺവോയിൽ ഒരു 10-50 വാഹനമെങ്കിലും ഉണ്ടാവും. ആ ഒരു വാഹനം കടന്നു പോകാൻ ഒരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. അതുവരെ ആ ഒരു ട്രാഫിക് എത്ര നേരം അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരും, അല്ലേ? എന്തെങ്കിലും മെഡിക്കൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കോ അവരുടെ ടൈം അത്ര അവിടെ ആ ഒരു ട്രാഫിക്കിൽ നഷ്ടപ്പെടും. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെക്യൂരിറ്റി റിസ്ക് ചെയ്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔദ്യോഗിക വസതിയുടെ മുന്നിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ അതുകൂടി അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് കണ്ടൊരു കാഴ്ചയാണ്, നിയമസഭയില് വിജയകാന്തിന്റെ ഭാര്യ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ വേറെ ആര് വന്നപ്പോഴും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് വിജയ് ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ വിജയകാന്തിന്റെ ഭാര്യ വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നതും, അവര് സത്യപ്രതിജ്ഞ ചെയ്ത് പോയപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈ തൊഴുത് വണങ്ങിയിട്ട് പോകുന്നത് കണ്ടായിരുന്നു. അതായത് ഒരു MLA അല്ലെങ്കിൽ മന്ത്രിയെയാണ് ആ ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. വലിയ ഒരു ആരാധകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അവർക്കും ആ ബഹുമാനം കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഈ വിജയുടെ കഴിഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഗോട്ട്. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത്, ആ ഒരു പാരച്യൂട്ടിൽ നിന്ന് ലാൻഡ് ചെയ്ത് ആ ഒരു ട്രെയിനിലേക്ക് എൻട്രി ചെയ്യുന്നത് തന്നെ ഈ ക്യാപ്റ്റന്റെ ഈ ഫേസ് വെച്ചാണ്. അത് ഒരുപാട് വികാരിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരുടെ വൈഫ്, അതായത് ക്യാപ്റ്റന്റെ വൈഫ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സീൻ, അതായത് മിസ്സായിപ്പോയ ക്യാപ്റ്റനെ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടു എന്നുള്ളത്. ആ സിനിമ ഒരു വിജയമാകാതെ പോയെങ്കിലും, ഒരു പ്രതീക്ഷ വിജയമാകാതെ പോയെങ്കിലും അത്യാവശ്യം വിജയുടെ ഒരു തിരിച്ചുവരവ്, ആ ഒരു ഗോട്ട് വരവ് തന്നെയാണ് ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത്, വെങ്കട്ട് പ്രഭുവിൻ്റെത്. പിന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം തന്നെ എല്ലാവർക്കും വലിയ ആശ്ചര്യമായിരിക്കണം. കഴിഞ്ഞ ദിവസം എല്ലാ എതിർ നേതാക്കളുടെ വീടും പോയി സന്ദർശിച്ച്, അത് പുതിയൊരു കാര്യമാണ്. അതായത് സ്റ്റാലിൻ, അതായത് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹവും വാങ്ങിച്ചാണ് ഇന്ന് ഈ നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഞാനും വിജയും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണ്, അപ്പോൾ ഈ ഒരു ടേംസ് ഇപ്പോഴും ഈ ഒരു സഭയിൽ ഒരുമിച്ച് പോകട്ടെ എന്നുള്ളൊരു വിഷ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആദ്യത്തെ പ്രസംഗം തന്നെ എൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഉറ്റുനോക്കുന്നത് എന്താണെന്നറിയോ അമിത? ഇനി ജനനായകന്റെ വരവാണ്. ആ ഒരു സിനിമ വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായ വിജയുടെ ആ ഒരു പെർഫോമൻസ് ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക്, വേറെ ഏത് ലെവലിലേക്ക് കയറുമെന്ന് നമുക്കത് കണ്ടറിയണം, അല്ലേ?